ഞാനിപ്പോൾ പരിപ്പ് കറിയാണ് വെക്കാൻ പോണത്. അത് പരിപ്പ് കടഞ്ഞതേ പറയും. അതിന് തോരപ്പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് അതിൽ പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളി ഇത് മൂന്നും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് ആവശ്യമായ ഉപ്പിടുക, കറിക്ക് ആവശ്യമായ ഉപ്പിടുക, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇടുക. എന്നിട്ട് കുക്കർ അടച്ച് വെക്കുക. ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഗ്യാസ് കൊളുത്തിയിട്ട് ചീനിയിട്ട് വെച്ച് എണ്ണ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് ഇത് വേവിച്ചിട്ട് ഇങ്ങനെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇത് ചെറിയ ഉള്ളി, ഇത് മിക്സിയിലൊന്ന് ചതച്ചതാണ്. മുളക് പൊടി, ഉരുളക്കിഴങ്ങ് വേവിച്ച് മുറിച്ച് വെച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ ഉള്ളി ചതച്ചത്. ഇത് എണ്ണ ചൂടായാൽ ചെറിയ ഉള്ളി ഒന്നിടാം. ചെറിയ ഉള്ളി ഒന്ന് വറകട്ടെ കേട്ടോ, നന്നായി വറകട്ടെ. വറകിയ ശേഷം കാണിച്ചു തരാം. ഞാൻ ഇതിൽ ചെറിയൊരു തക്കാളി മുറിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ഇട്ട് നോക്കൂ. ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് വരും. ഇതൊക്കെ ഉപ്പേരിക്ക് ആവശ്യമായ ഉപ്പിടുന്നുണ്ട്. വറകിയിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. ഇതൊന്ന് അരിക്കിടന്ന് മുരിയിട്ടെ കേട്ടോ. അത് വറകിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. കടന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. മുരിഞ്ഞിട്ട് കാണിച്ചു തരാം. പരിപ്പ് കറി ഇടുകയാണ്. പരിപ്പ് കറി ആയി കേട്ടോ. അത് ഞാൻ കുക്കറിലിട്ടിട്ട് 3 വിസിൽ. ഒരിക്കൽ ഒന്നും കൂടെ പറയാം. പരിപ്പ് കഴുകിയിട്ടിട്ടു. അതിൽ എരിവിനാവശ്യമായ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്, 2 ചെറിയ തക്കാളി, ഒരു 5-8 ചെറിയ ഉള്ളി, അതും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 3 വിസിലിന് വേവിച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വെന്തിങ്ങനെയായി. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പില ഇടാം. പരിപ്പ് കറി റെഡി കേട്ടോ. ഇവിടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ കുട്ടികൾക്ക് വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പരിപ്പ് കറി, ഇത് മുരുമുരുന്നുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരി, ചോറ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറ് വെച്ചതാണ്.